പുതിയൊരു ഹജ്ജ് കാലത്തിനായി വീണ്ടും ഒരുങ്ങിയിരിക്കുകയാണ് സൗദി അറേബ്യ. ഓരോ വർഷവും ഇതിനായി ഒരുക്കുന്ന സന്നാഹങ്ങൾ പരിചയപ്പെടുത്തുന്നതാണ് ജിദ്ദയിൽ നടക്കുന്ന ഹജ്ജ് ഉംറ എക്സ്പോ. ഇത്തവണ ഹജ്ജിനായി ഒരുക്കിയിരിക്കുന്നത് എന്തെല്ലാം പുതിയ സൗകര്യങ്ങളാണ്? ജിദ്ദയിൽ നിന്നും സാബിത് സലീം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഹജ്ജിന്റെയും ഉംറയുടെയും കർമ്മങ്ങൾ സുഗമമാക്കുക എന്നത് സൗദിയുടെ പ്രഥമ ലക്ഷ്യങ്ങളിലൊന്നാണ്. ഇതിന്റെ ഭാഗമായാണ് ഓരോ നടപടികളും സംവിധാനങ്ങളും ഓരോ വർഷവും പരിഷ്കരിക്കുന്നത്. ഇവ അവതരിപ്പിക്കാറുള്ളത് ഓരോ ഹജ്ജിനും മുന്നോടിയായി ഹജ്ജ് ഉച്ചകോടിയിലാണ്. ഈ മാസം 13 മുതൽ 16 വരെയായിരുന്നു എക്സ്പോ. ഓരോ ഹജ്ജ് കഴിയുമ്പോഴും അടുത്ത ഹജ്ജിലേക്കുള്ള ഒരുക്കം തുടരും. എങ്കിലും ജിദ്ദയിൽ നടക്കുന്ന ഹജ്ജ് ഉംറ എക്സിബിഷനും ഉച്ചകോടിയും ഹജ്ജിലേക്ക് നേരിട്ടുള്ള പ്രവേശന കവാടമാണ്. ഇവിടെ വെച്ചാണ് ഹജ്ജ് കരാറുകൾ ഒപ്പുവെക്കാറ്. 2025 ഹജ്ജ് ഒരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അതിഥികൾക്ക് വേണ്ടി സൗദി അറേബ്യ നടത്താൻ ഉദ്ദേശിക്കുന്ന നൂതനമായ ആവിഷ്കാരങ്ങളാണ് ഇവിടെ പ്രദർശനമായിട്ട് ഒരുക്കിയിരിക്കുന്നത്. വ്യത്യസ്ത രാജ്യങ്ങളിലുള്ള 10,000-കണക്കിന് ആൾക്കാർ ആദ്യ ദിവസമായി ഇന്ന് തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അതിഥികളെ ആയ ഹാജിമാർക്ക് വേണ്ട സേവനങ്ങൾ ഏതൊക്കെ തലത്തിൽ അഡ്വാൻസ്ഡായി ചെയ്യാൻ പറ്റും എന്ന് കാണിച്ചു കൊടുക്കും കൂടി ചെയ്യുന്ന ഒരു പ്രദർശനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നാല് ദിവസം നീണ്ടു നിൽക്കുന്ന എക്സ്പോയിൽ 90 രാജ്യങ്ങളിൽ നിന്നുള്ള 300 പ്രമുഖ വ്യക്തികളും നയതന്ത്ര ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. 50ഓളം ശില്പശാലകളും നടത്തി. വിഷൻ 2030ന്റെ ഭാഗമായി മക്കയും മദീനയും വരും വർഷങ്ങളിൽ എങ്ങനെ മാറിമറിയും എന്നതിന്റെ കൃത്യമായ സൂചനകൾ കൂടി പകരുന്നതായിരുന്നു പരിപാടി. ഇന്ത്യയിൽ നിന്നുള്ള ഇത്തരത്തിൽ 1,75,000 വിശ്വാസികൾക്കാണ് ഇത്തവണ അവസരം ലഭിച്ചത്. കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജുവാണ് ഇത്തവണ കരാറിൽ ഒപ്പുവെക്കാനായി എത്തിയത്. 1,75,000 ഹാജിമാർ ഇത്തവണ ഇന്ത്യയിൽ നിന്നെത്തും. ഹജ്ജിന്റെ ഭാഗമാകുന്ന വിവിധ കമ്പനികൾ, സേവന വിഭാഗങ്ങൾ തുടങ്ങി വിവിധ സംരംഭങ്ങളുമായും ചടങ്ങിന്റെ ഭാഗമായുള്ള ധാരണകൾ ഒപ്പുവെക്കുന്നത് ഇതേ എക്സ്പോയിലും ഉച്ചകോടിയിലും വെച്ചാണ്. ഇത്തവണ 280 വിവിധ കരാറുകളാണ് ഹജ്ജ് ഉച്ചകോടിയുടെ ഭാഗമായി ഒപ്പുവെച്ചത്. സൂപ്പർ ഡോമിലെ ഹജ്ജ് ഉംറ പ്രദർശനത്തിൽ കണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാഴ്ച റോബോട്ടിക് സാങ്കേതിക വിദ്യയിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജിയിലും അത് എങ്ങനെ ഹജ്ജിനും ഉംറക്കും ഉപയോഗപ്പെടുത്താം എന്നുള്ള വ്യത്യസ്തമായ കാഴ്ച ഇവിടെ കണ്ടു. തീർച്ചയായിട്ടും വരും കാലഘട്ടങ്ങളിൽ റോബോട്ടിക്കിൻ്റെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും സഹായത്തോടു കൂടി പ്രയാസരഹിതമായ ഉംറയും ഹജ്ജും തീർത്ഥാടകർക്ക് സമ്മാനിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ദൗത്യത്തിലേക്ക് സൗദി ഗവൺമെൻറ് തിരിയുന്നു എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഹജ്ജിന്റെ ഭാഗമാവുന്ന മുഴുവൻ സംരംഭങ്ങളെയും സംവിധാനങ്ങളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നതുകൂടിയാണ് ഹജ്ജ് ഉച്ചകോടിയിലൂടെയും എക്സിബിഷനിലൂടെയും ലക്ഷ്യം വെക്കുന്നത്. ഹജ്ജിന്റെ ചരിത്രവും വർത്തമാനവും ഭാവിയും പറയുന്നത് കൂടിയാണ് എക്സ്പോ. ഇത് എത്ര മനോഹരമാക്കാം എന്നതിന്റെ ചിന്തകളും ആശയങ്ങളും ഇവിടെ പങ്കുവയ്ക്കും. ഓരോ മന്ത്രാലയങ്ങളും ഹജ്ജിൽ ഭാഗമാകുന്ന രീതിയും ഇവിടെ പരിചയപ്പെടാം. نعرفكم بالتقنيات الأمنية التي تعزز عمل رجل الأمن والمرتبطة بالذكاء الصناعي مثل المسار الذكي والخدمات الإنسانية في مركز العمل الأمنية 911 كذلك. 100-ലധികം പുതിയ ആശയങ്ങൾ സമ്മേളനത്തിന്റെ ഭാഗമായി ഇത്തവണ മാത്രം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഹദിയത്തുൽ ഹാജ് വൽ മുഅ്തമിർ എന്ന ചാരിറ്റി അസോസിയേഷൻ 15 വർഷത്തിലധികമായിട്ട് ഈ മേഖലയിൽ മികവുറ്റ് പ്രവർത്തിക്കുന്ന ഞങ്ങൾ ഇവിടെ മറ്റുള്ളവരുമായി സഹകരിച്ചുകൊണ്ട് നല്ല രീതിയിൽ തന്നെ നല്ല സേവനങ്ങൾ ഹാജിമാർക്കും ഉംറക്കാർക്കും വ്യത്യസ്തമായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതും ഉദ്ദേശിക്കുന്നതും. കഅബയുടെ പഴയ മുറ്റവും അവിടുത്തെ വീടുകളും സംസം കിണറിന്റെ ആദ്യകാല രൂപങ്ങളും എല്ലാം ഇവിടെ എത്തും. ഈ മാതൃകകൾ എല്ലാം മനുഷ്യകരങ്ങളാൽ നിർമ്മിച്ചതാണ്. ഇതിനു പുറമെ വെർച്വൽ റിയാലിറ്റി എക്സിബിഷനുകളും ഇവിടത്തെ പ്രത്യേകതയാണ്. AI സംവിധാനം രാജ്യത്ത് നടപ്പാക്കുന്നതിൽ ലോകത്തെ ഏറ്റവും മുൻപന്തികളിലുള്ള രാജ്യങ്ങളിലൊന്നാണ് സൗദി. ഹജ്ജിലും AI സംവിധാനങ്ങൾ മികച്ച രീതിയിൽ ഉൾപ്പെടുത്താനുള്ള മാതൃകകൾ എക്സിബിഷനിൽ ഒരുക്കിയിരുന്നു. റോബോട്ടിക് സാങ്കേതിക വിദ്യകളും അതിന്റെ സാധ്യതകളും ഹജ്ജിൽ പരമാവധി ഉപയോഗപ്പെടുത്തുന്നു.
This one is a medical capsule. As you can see, this is like a small clinic. They will use this one during Hajj, inshallah. They will put more medical capsule in Haram, in Muzdalifah, Mina during Hajj, inshallah. This one, the function of this one is to monitor your vital signs like body temperature, blood pressure, oxygen saturation, height and weight, and also the ECG also. 2030 പ്രതിവർഷം 10 കോടി വിനോദസഞ്ചാരികളെയാണ് സൗദി അറേബ്യ ലക്ഷ്യമിടുന്നത്. ഉംറയ്ക്കെത്തുന്നവർക്ക് സൗദിയിലെ എല്ലാ നഗരങ്ങളിലും കറങ്ങാം എന്ന പദ്ധതിയും ഒരുക്കിയത് ഇതിനാലാണ്. ഇങ്ങനെ എത്തുന്നവർക്കുള്ള സാധ്യതകൾ കൂടി പറയുന്നതായിരുന്നു ഈ വർഷത്തെയും എക്സ്പോ.